വൈറ്റ് ഹൌസിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫലസ്തീനികളെ കുടിയിറക്കാനുള്ള പദ്ധതികളാണ് ചർച്ചയായിരിക്കുന്നത്. 21 മാസം നീണ്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച. ആയിരക്കണക്കിന് ഫലസ്തീനികളെ നിർബന്ധമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള വിവാദ പദ്ധതിയെക്കുറിച്ച് ഇരു നേതാക്കളും വീണ്ടും ചർച്ച നടത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് നീക്കങ്ങൾ? വിശദമായി നോക്കാം. ഫലസ്തീനികൾക്കൊരു മികച്ച ഭാവി നൽകുന്നതിനായി യുഎസും ഇസ്രായേലും മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നെതന്യാഹു യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗസയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി നൽകാൻ ഞങ്ങൾ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ആളുകൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം, പോകണമെങ്കിൽ പോകാം. ഗസ ഒരു ജയിലാക്കരുത്. ജനങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അവസരം നൽകുന്ന തുറന്ന സ്ഥലമായിരിക്കണമെന്നും നെതന്യാഹു പറഞ്ഞു. നെതന്യാഹുവിന്റെ വാക്കുകളെ പിന്തുണച്ച് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിച്ച് ഗസ മുനമ്പ് ഏറ്റെടുത്ത് അതിനെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേര ആക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ അയൽ രാജ്യങ്ങൾ സഹകരിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ലോകം ശ്രമിക്കുമ്പോൾ ട്രംപിന്റെ റിവിയേര പദ്ധതി ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. ഗസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതി വംശീയ ഉന്മൂലനമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമെന്നുമായിരുന്നു ഉയർന്ന വിമർശനങ്ങൾ. ഗസയിലെ ഫലസ്തീനികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനെ കുറിച്ച് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതിനർത്ഥം ഒരു പ്രായോഗിക പദ്ധതി നിലവിലുണ്ട് എന്നല്ല എന്ന് മുൻ ഇസ്രായേൽ നയതന്ത്രജ്ഞനായ അലോൺ പിങ്കാസ് അൽ ജസീറയോട് പറഞ്ഞു. ഫെബ്രുവരി ആദ്യം ട്രംപ് ഒരു ഫലസ്തീൻ റിവിയരയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ 36 മണിക്കൂറിനുള്ളിൽ അത് ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്നതിലേക്ക് മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിനോട് ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അതിനർത്ഥം അത് നടപ്പിലാക്കാൻ കഴിയുമെന്നോ പ്രായോഗികമാണെന്നോ അല്ല. ഇത്തരം ആശയങ്ങൾ ഗസയിൽ ശാശ്വതമായ ഒരു കരാറിന് തടസ്സമാകും. ഇതൊരു ദുരന്തത്തിനുള്ള വഴിയാണെന്നും അലോൺ പിങ്കാസ് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഖത്തറിൽ നടക്കുന്ന ചർച്ചകളിൽ 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ മോചനം, ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കൽ, ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കുക എന്നീ നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ വെടിനിർത്തൽ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തത വന്നിട്ടില്ല. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യവും ഹമാസ് കീഴടങ്ങണമെന്ന ഇസ്രായേലിന്റെ നിലപാടും പരസ്പരം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടെ ട്രംപിന്റെ പേര് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത് ഒരു കത്ത് നെതന്യാഹു കൈമാറിയിട്ടുണ്ട്. സമാധാനാന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ച പങ്ക് ചൂണ്ടിക്കാണിച്ചാണ് ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് നെതന്യാഹു പറഞ്ഞു. നെതന്യാഹുവിന്റെ വൈറ്റ് ഹൌസ് സന്ദർശനം ചുരുക്കത്തിൽ ട്രംപിന്റെ നൊബേൽ പുരസ്കാര സ്വപ്നങ്ങൾക്കാണ് വഴിതെളിയിച്ചിരിക്കുന്നത്. ഗസയിലെ യുദ്ധവും ഫലസ്തീനികളുടെ ഭാവിയും ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. ഇരു നേതാക്കളുടെയും നിർദ്ദേശങ്ങൾ പ്രായോഗികമാകുമോ അതോ വിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.